ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചധികം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ വൺ ബ്ലോക്കുകൾ എക്സ്പ്ലോർ ചെയ്യണം. അതായത് അവിടെ ഒരു വൺ ബ്ലോക്ക് കാണുന്നുണ്ട്. അത് എന്തിനാണെന്നോ സാൻഡ് ആണെന്നോ പറയാം. അത് ഇങ്ങനെ 2-3 വൺ ബ്ലോക്ക് 4 സൈഡിലോട്ട്, ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോവാം, ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാം. അങ്ങനെ 4 സൈഡിലോട്ടും നമുക്ക് ഇതുപോലെ 3 വരി പാത വരയ്ക്കാം. 3 വരി പാതയും വെച്ച് നമുക്കൊന്ന് നമ്മുടെ ബേസ് ഒന്ന് വലുതാക്കാം. ഇതാണ് നമ്മുടെ സെന്റർ ബ്ലോക്ക്. ഈ ഗ്രാസ് ബ്ലോക്ക് അതാണ് നമ്മുടെ സെന്റർ. അപ്പൊ ഈ സെന്ററിൽ നിന്ന് 4 ദിശയിലോട്ട് നമുക്ക് ബേസ് ഒന്ന് വലുതാകാം. എന്നിട്ട് നമുക്ക് കുറച്ച് വൺ ബ്ലോക്കും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് റിസോഴ്സും കൂടെ ഒപ്പിക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇന്ന് തന്നെ തുടങ്ങാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ അയൺ പിക്കാസ് എല്ലാം തിരിച്ചു വെച്ചിട്ട് നമ്മുടെ വുഡ് കയ്യിലെടുത്ത് ഫുൾ സ്റ്റോൺ കയ്യിലെടുത്ത് നമുക്ക് കുറച്ചധികം തന്നെ പിക്കാസ് ഉണ്ടാക്കാം. 2 പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ 2 പിക്കാസും തീർന്ന വരെ നമുക്ക് മൈൻ ചെയ്ത് നമുക്ക് ഈ റിസോഴ്സസ് 2 അല്ല, അപ്പൊ 3 ഉണ്ടല്ലോ, ഉപയോഗിച്ചോളുന്നുണ്ട്. അപ്പം 3 പിക്കാസ് തീർന്ന വരെ നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യണം. കാരണം നമുക്ക് ഗ്രാസ് വെച്ച് പോവാം, പക്ഷെ ഗ്രാസ് വെച്ച് പോണതിനെക്കാട്ടി എളുപ്പമാണ് ഇതേപോലെ പാത്ത് വെച്ച് പോണത്. കാരണം പാത്ത് വെച്ച് പോയാൽ പിന്നെ നമുക്ക് വയ്ക്കാൻ പാടില്ല, പണിയില്ല, എളുപ്പമാണ് പണിയൊക്കെ. നമുക്ക് ഇന്ന് ഒരുപാട് പണിയുണ്ട്. നമുക്ക് എല്ലാ പണിയും തീർക്കും. അപ്പം ഞാൻ പോയി മൈനിങ് ചെയ്തിട്ട് വരാം. 2 പിക്കാസ് പൊട്ടണവരെ ഞാൻ മൈൻ, ഇഷ്ടം പോലെ റിസോഴ്സസ് കിട്ടി. കൈ കാണുമ്പോ തന്നെ അറിഞ്ഞൂടി. 34 ആൻഡ്രസൈറ്റ് കിട്ടി. നമുക്ക് അതിപ്പോ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള 45 ഡയറൈറ്റും കിട്ടി, 33 ഗ്രാനൈറ്റും കിട്ടി, പിന്നെ 1.5 സ്റ്റാക്കിന് അടുപ്പിച്ച് കോപ്പർ കിട്ടി, 19 അയണും കിട്ടി. നമുക്ക് അയണ് സ്മെൽറ്റ് ചെയ്തിട്ട് ബാക്കി പണിയിലോട്ട് അടക്കാം. അയണ് സ്മെൽറ്റ് ചെയ്യണം ആദ്യം. അയണ് കൊണ്ട് ഡയറൈറ്റ് സ്ലാബ് ഉണ്ടാക്കാം. 1.5 സ്റ്റാക്ക് കിട്ടി. ഗ്രാനൈറ്റ് പോളിഷ് ചെയ്തിട്ട് നമുക്ക് അതിനെ പോളിഷ്ഡ് സ്ലാബ് ആക്കാം. ആദ്യം ഗ്രാനൈറ്റ് വെച്ചാണ് നമുക്ക് ഗ്രാനൈറ്റ് ആദ്യം ഇങ്ങോട്ട് പോകാം. തൊട്ടടുത്തുള്ളത് അതാണ്, അങ്ങോട്ട് പോകല്ലേ. ഇപ്പോഴാണ് ഞാൻ പിന്നെ ഒരു കാര്യം നോക്കിയത്, ഇത് ബെഡ് റോക്ക് ആണ്. നമുക്ക് താഴത്തായിട്ട് വെച്ചിട്ട് ഹാഫ് സ്ലാബ് വെച്ചിട്ട് താഴെ നമുക്ക് ഇതിൽ ഇങ്ങനെ വെച്ച് പോകാൻ പറ്റും. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർത്തില്ല. ഓക്കെ, അത് മോസ് ആണെന്ന് തോന്നുന്നു. മോസ് ഇത് മറ്റേ സ്റ്റൾക്ക് സാധനം, ആ സാധനം. ഇനി നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യായിരുന്നു. നമുക്ക് അങ്ങോട്ടും കൂടെ പോവാം. ഒരു ബക്കറ്റ് കിട്ടിയിട്ട് വേണം നമുക്ക് താഴെ സെക്കൻഡ് ഫ്ലോർ വല്ല പോയിട്ട് താണ്ട ബെഡ് റോക്ക് ഡീപ് ഫ്ലൈറ്റ് അല്ലേ, ഒക്സിഡൻ ഇല്ല, ഒക്സിഡന്റെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ബക്കറ്റ് കിട്ടിയില്ല. ബക്കറ്റ് കിട്ടും, പക്ഷെ വെള്ളം ഒപ്പിക്കാൻ പറ്റൂല. ഇത് ഡേർട്ടാണ്. ഇത് ഡേർട്ടല്ലേ? അതാ ഫോറസ്റ്റ് ഡേർട്ടാണ്. ഫോറസ്റ്റ് ഡേർട്ടും സാധാ ഡേർട്ട്. ഇത് ഡേർട്ടിന്റെ വെറൈറ്റീസ്. ഓക്കെ. നമുക്ക് ഫുഡ് ആവശ്യമാണ്. അപ്പൊ ഹേബേൽ വേണം. നമുക്ക് അങ്ങോട്ട് പോണം. ഇവിടെ ഫുഡ് എന്ന് പറയുമ്പം ഇത് മാത്രല്ലേ കിട്ടുള്ളൂ. ഹേബേൽ. അയ്യോ, വില്ലേജറിനെ കിട്ടി. ഇപ്പൊ നിന്നെ കിട്ടിയത് എന്തിനാണ്? എനിക്കിപ്പൊ നിന്നെ ആവശ്യമില്ല. കമ്പോസ്റ്റർ ഒന്ന് ചുറ്റിനൊന്ന് സേഫ് ആക്കിയ ചിലപ്പോ ഇവ പൊട്ടിക്കുമ്പം താഴെ പോവെന്ന് തോന്നിക്ക്, അറിഞ്ഞൂടാ, ഉറപ്പില്ല. താഴെ പോയില്ല. അപ്പൊ നീ അങ്ങോട്ട് മാറി. നീ ഇവിടെ കിടന്ന് കറങ്ങി കളിച്ചോ. ഇത് ബ്ലോക്ക് വെറൈറ്റീസ് ആവും. വില്ലേജർമാർക്ക് പണിയെടുക്കാനുള്ളത്. ബെല്ല് വന്നു. പംകിൻ, വാട്ടർമെലൺ, ഹേബേൽ. ഹേബേലും ഇപ്പൊ എന്താ നോവിയൻസ്. ഇതെടുത്തേണ. നീ ഇങ്ങനെ പണിയൊന്നും എടുക്കാൻ പാടില്ല.
ഈ കോൾ റൂം ഇവിടെ ഇരിക്കട്ട്, നമുക്ക് ഈ മഴവെള്ളം ശേഖരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നോ, നമുക്ക് ആവശ്യമുണ്ട് നിന്നേക്കാം. കാരണം ഈ വഴി ഞാൻ വെട്ടി ശരിയാക്കി തരാം. കറക്റ്റ് ഇനി ഒരു 3 കൂടെ മതിയായിരുന്നു, 2 കൂടെ മതിയായിരുന്നു. ഇവന്മാരെ കിട്ടി, പക്ഷെ ഇവന്മാർ ഇവിടെ നിന്ന് അനങ്ങണില്ല കേട്ടാ. ഇത് വെള്ളം ഫുള്ളായി ഇതിന്റെ ഇടയിൽ. കുറച്ചു നേരം കൂടെ നിന്നിരുന്നെങ്കിൽ കുറച്ച് ബ്ലോക്ക് കൂടെ കിട്ടി നമുക്ക് വേറെ ഒരു ബ്ലോക്കിലും കൂടെ പോവായിരുന്നു. ഇത് സാൻഡ് ആണെന്ന് തോന്നുന്നു. സാൻഡ് അത് ഓഷ്യന്റെ എന്തോണ്, അത് ഐസ്. ഓ അത് ഐസാണ്, വാട്ടർ അല്ല. ഞാൻ വാട്ടർ കണ്ടതാ, ഒരു ലാവയുടെ അടുത്ത് ഞാൻ കണ്ടേ ഇല്ലേ. മാഞ്ഞോ അയാടേത്, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കിട്ടിയ സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കാൻ താല്പര്യം. കുറച്ചും കൂടെ പിക്കാസ് ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടെ ബ്ലോക്ക് കളക്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം നമുക്ക് ഇനി കുറച്ച് 1 ബ്ലോക്കും കൂടെ ചെന്ന് നോക്കാം. ഇതുപോലെ വല്ലതും കിട്ടിയാലോ. എന്തായാലും അവിടെ ലൈറ്റ് ഇല്ലാത്തോണ്ട് പേടിക്കണ്ട, മോബും പോണാവില്ല. ഞാൻ വിചാരിച്ച ഇന്നത്തെ എസ്പിയോട് നമുക്കൊരു മോബ് ഫാം ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ മോബ് ഫാം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പിന്നെ വിചാരിച്ചു ആ ബ്ലോക്കും ഈ ബ്ലോക്കും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഈ ഐലൻഡ് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് നമുക്ക് ആൻഡസൈറ്റ് ഇഷ്ടം പോലെ കിട്ടി. ആൻഡസൈറ്റ് ഇപ്പം തന്നെ 58 അതൊന്ന് പോളിഷ് ചെയ്തിട്ട് സ്ലാബാക്കി വെച്ചാൽ നമുക്ക് അകത്ത് വയ്ക്കാം. 2 സ്റ്റാക്ക് 4 കിട്ടി. അത് ഞാൻ ആൻഡസ്ലൈറ്റ് സ്ലാബ് എടുത്ത് ഇങ്ങനെ വച്ച് പോയി ഇതിനകത്ത് ഫില്ല് ചെയ്താ നല്ല രസമായിരിക്കും. കുറച്ചും കൂടെ മതിയായിരുന്നു, ഒരു വലിയ കൂടെ തീർക്കാൻ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ പിക്കാസ് പൊട്ടണവരെയും കൂടെ ഇരുന്ന് മൈൻഡ് ചെയ്യാം. എന്തായാലും നമുക്ക് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നണം. ഇതുപോലെ നമുക്കൊരു കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണ പോലെ ഒരു ഡിസൈൻ കിട്ടും. ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേരിയന്റ് കിട്ടും. ഇത് വേറെ കളറല്ലേ 3. അതുകൊണ്ട് ഇതിന്റെ കൂടെ ഇത് വന്നാലും വലിയ വൃത്തികേട് വരില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് ഒന്ന് ഈ പിക്കാസും കൂടെ പൊട്ടണവരെ ഒന്ന് മൈൻഡ് ചെയ്യാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ആ പിക്കാസ് തീർന്നവരെ ഞാൻ ബ്ലോക്ക് കുഴിച്ച് ഇത്രയും ആ സാധനം കിട്ടി. എപ്പോഴും ചെയ്യണമല്ലോ, ആദ്യം നമുക്ക് ഈ അയണൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് എൻ്റെ സൈറ്റ് ഒന്ന് പോളിഷ് ചെയ്ത് ലാബാക്കിയിട്ട് ഇത്രയും കൂടെ വയ്ക്കുമ്പം ഈ സൈഡ് ഞാൻ വച്ച അത്രയും കംപ്ലീറ്റ് ആവും. സീന് സാധനം, എനിക്ക് വയ്യ. ഇനി ഇത്രയും കൂടെ ആവുമ്പം നല്ല ലുക്കായിരിക്കും. നമുക്ക് അത് ഓഫ്ലൈൻ ഗ്രൈൻഡ് ഞാൻ ചെയ്തോളാം. ഇത് കാണിക്കാൻ നിന്ന കുറെ ടൈം പോവും. എനിക്കിപ്പോ കുറച്ചും കൂടെ ഗ്രാനൈറ്റും ഇതും കിട്ടി. അപ്പം നമുക്ക് അത് വെച്ച് പോളിഷ് ചെയ്ത് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഐലൻഡ് കൂടെ ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാല്ലേ. ഇത് തന്നെ അങ്ങോട്ട് നമുക്ക് തുടങ്ങാം. ഈ സൈഡ് നമുക്കൊന്ന് ആദ്യം എല്ലാം തീർത്തിട്ട് നമുക്ക് ബാക്കിയുള്ളിടത്ത് പോകാം. ബെഡ് കിട്ടിയില്ല, ബെഡ് കണ്ടുപിടിക്കണം. അതിന് ഷീപ്പ് വേണം. അപ്പൊ നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം കെട്ടണം ഗ്രാസ് വെച്ച്. അതിന് കെട്ടണോ ഇതുപോലെ വില്ലേജർ സ്പോണായ പോലെ സ്പോൺ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഒരുപാടുണ്ടാടെ. ഓ ഇത് നെതറാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നു. ഇപ്പൊ നെതർ വന്നിട്ട് ഒരു കാര്യമില്ല. അതാണ് ദൂരെ കൊണ്ടു ചെയ്യണം. ഇത് ഇത്രയും നെതറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് വെറുതെ ഏട്ടാ, ബ്ലോക്ക് ചുമ്മാ കളഞ്ഞ്. സൈഡ് പോവാനുള്ള കിട്ടുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ, ഉറപ്പില്ല. പോയി നോക്കാം, തികയോന്ന് അറിഞ്ഞൂടാ. ഇപ്പോഴേ ഇങ്ങനെ വച്ച് പോണത് പിന്നെ നമുക്ക് ബ്ലോക്ക് തീർന്നാട്ടാ ഒന്നുമില്ലല്ലേ. സ്ലാബ് ഇങ്ങനെ വെച്ച് പോവാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വച്ച് പോണത് ഇത് തന്നെ ഞാൻ വച്ച് പോണത് പിന്നെ നമുക്ക് ഭാവിയില് പണി കിട്ടാതിരിക്കാന്. അപ്പം ഇപ്പൊ നമ്മള് ഗ്രാസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഡേർട്ട് വേണമെങ്കിൽ വെച്ച് പോവാം. ഡേർട്ട് വെച്ച് പോയാ പിന്നെ നമ്മള് ബേസ് ബിൽഡ് ചെയ്ത് വരുമ്പോ ഇത് ഫ്ലോർ ആക്കണ്ടേ. അപ്പൊ നമുക്ക് വീണ്ടും പണിയാണ്. ഗ്രാസ് പൊട്ടിച്ച് വീണ്ടും ഇതുപോലെ വെച്ചോണ്ട് പോവാം.
അതും മെനക്കേടാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ വച്ച് പോയത്. ഞാൻ ദൂരോട്ടൊന്നും കാണില്ല, ഇത്ര എണ്ണം തോന്നും. ടൈം എടുക്കും പൊട്ടിച്ചോക്കാം. ഇവിടെ ഫുള്ള് ഡെസേർട്ടിന്റെ ഐറ്റംസ് ആയിരിക്കും. ഓഷ്യന്റെ ആണ്, ഇത് കോറലാണ്. ഡയമണ്ട് കിട്ടിയില്ലല്ലേ? ഡയമണ്ട് ഓറൊക്കെ മിക്കവാറും ഡീപ് ഫ്ലൈറ്റിന് ഇവിടെ കാണും. നമ്മൾ അത് കുഴിച്ചു നോക്കിയില്ല, അത് നമുക്ക് കുഴിച്ചു നോക്കണം. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ആർമറിന്റെ ആവശ്യമില്ലല്ലോ, മോബുകളൊന്നും അധികം വരില്ല. സ്പോൺ ചെയ്യാൻ സ്ഥലമില്ല. സ്പോണാതെ ആകെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മളെ സ്പോണ ലൈനിലാണ്. അതാണെങ്കിൽ ഞാൻ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ സ്പോൺ ആവില്ല. നമുക്ക് ഈ ബ്ലോക്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് മൈൻഡ് ചെയ്ത് നോക്കാം. തന്നെ ഗോൾഡ്. ഇപ്പൊ ഡയമണ്ട് കിട്ടുമായിരിക്കും. ഡയമണ്ട്, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ വില്ലേജസിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം മതി. വേണമെങ്കിൽ അതും വേണ്ട, നമുക്ക് എൻചാൻറ്റ് ചെയ്തെടുക്കാം. പക്ഷെ എൻചാൻറ്റിങ്ങിൽ എല്ലാം കിട്ടുമെന്ന് ഉറപ്പില്ല. നമുക്ക് ഇന്ന് തന്നെ നമുക്ക് ഡയമണ്ടിലോട്ടാകാൻ പറ്റുമോ നോക്കാം. ഈ ഡയമണ്ട് ആമർ ആക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ കുറച്ചു നേരം നിന്ന് മൈൻഡ് ചെയ്ത് 15 ഡയമണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഡയമണ്ട് എനിക്ക് ഷീപ്പ്. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നമുക്ക് വല്ല ഫാമും ഉണ്ടാക്കണോന്ന്. അതിന്റെ ഇടയ്ക്ക് ഷീപ്പ് ഇവിടെ സ്പോണായി. ഇല്ലേ, രണ്ടെണ്ണം എടുത്ത് ഒരു ഷിയർ ഉണ്ടാക്കിയിട്ട് അയ്യോ പോലടാ പോലടാ പോലടാ. ഞാൻ എന്തിനു കാണിച്ച് ഇവരെ വിളിക്കും? എടാ പോയടാ. അല്ല പോയില്ല. ഭാഗ്യം. ഒരു ഗ്രേ ആണ് കിട്ടിയത്. അവൻ 3 എണ്ണം തന്നു, ഒരെണ്ണേ തന്നുള്ളൂ. പെട്ടെന്ന് വളരും. ഡയമണ്ട് ഇന്ന് തന്നെ നമുക്ക് ഫുൾ ആർമർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും, പക്ഷെ വേണ്ട, നമുക്ക് ഡയമണ്ട് വച്ചേക്കാം, പിന്നെ ആവശ്യം വരും. ഷീർ ഒരു ബെഡ് ഒപ്പിക്കണം. എടാ പിന്നെ ഇത് ഉണ്ടാക്കി കളഞ്ഞടാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ അയൺ എടുത്തിട്ട് ഒരു ബക്കറ്റ് അങ്ങ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കി മാറി. ഏയ് നീയൊക്കെ എന്താ കാണിക്കുന്നു? താഴെ പോവല്ലേ, മണ്ടേ കയറിയില്ലേ? അയ്യോ ഇങ്ങോട്ടല്ല, പോയില്ലല്ലേ? അങ്ങോട്ട് പോയി നമുക്ക് അതിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്തിട്ട് താഴോട്ട് പോവാം. ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ബാക്കറ്റ് വാട്ടറും കിട്ടി. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് അവിടെ ബ്ലോക്ക് വയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് എടാ നീ താഴെ പോയി. നീയെങ്കിലും ഇവിടെ നില്ല, അവ പോട്ടെ. ഓക്കെ. അയ്യോ അതിന്റെ മണ്ടേ തന്നെ വെച്ചാ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ഒന്ന് ബ്ലോക്ക് വയ്ക്കാം, ചുറ്റിനും ബ്ലോക്ക് വെച്ചിട്ട് മണ്ടേ കയറിപ്പോ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ഒബ്സിഡിയൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് വന്ന് പൊടിച്ചു നോക്കായിരുന്നു. ഡയമണ്ട് പിക്കാസ് ഉണ്ടാക്കായിരുന്നല്ലേ, എന്നിട്ട് നമുക്ക് പൊട്ടിച്ചു നോക്കാം. അതേനെ ഓടോ. അവിടെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തോ സ്പോണായി. സെറ്റാക്കാം. ഊളത്തറായി. നീ ഒരെണ്ണം വെച്ചേ തരുള്ളൂ, നീ ഭയങ്കര ദൂർത്തനാണ് കേട്ടോ. എന്നിട്ടുണ്ടാക്കി
ഒരു ഡയമണ്ട് പിക്കാസും ഉണ്ടാക്കണം. നമുക്ക് ഒരു ടോർച്ചും വേണം. എന്റെ കളർ എന്തോ പോലെ ഈ ബെഡ്റോക്കിന്റെ കാര്യം. ഓക്കെ സെറ്റ്. എന്നെ കൊല്ല ആർക്കും പറ്റൂലടാ. ഇത് മൈൻഡ് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. മിക്കവാറും ചിലപ്പോ ഒന്നും കിട്ടൂലായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ പോർട്ടൽ സ്പോണാവും. അങ്ങനെയൊക്കെ ഉണ്ടേ. ചിലപ്പം ഒബ്സിഡിയ മാത്രമായിരിക്കും. ഇത് എൻഡിന്റെ ബ്ലോക്കുകളാണ്. എൻഡിന്റെ അപ്പൊ ഇതില് ഇവിടെ എന്റെ ബ്ലോക്ക് സ്പോണാവും. അത് ഉറപ്പിച്ച്. ഇത് രണ്ടേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എപ്പോഴും വരേണ്ട ആവശ്യമില്ല. നമുക്ക് നെതറിൽ പോവാൻ വേണ്ടി ഒബ്സിഡിയൻ കുഴിക്കാൻ വരാം. വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. നമുക്ക് ഇനി കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടോട്ട് വയ്ക്കാല്ലേ. ഇത് വഴിയായി പോവും, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കടിക്ക് വെച്ച് നമുക്ക് ഈ ചെസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യും. ഇനി ഓർമ്മയായാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനുള്ളതായി. നമുക്ക് ആദ്യത്തെ ബെഡ് ഉണ്ടാക്കാം. ഓ, എന്നെ പാന്റ് ഓൺ അടിച്ചിട്ടോ പുള്ളി. നമുക്ക് പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ പാന്റിന്റെ കൈ കൊണ്ട് ചാവുന്നതായിരിക്കും. കയ്യിലും വെച്ച് കിടന്നുറങ്ങണേ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അതവിടെ ഇരിക്കും. ഇതിന്റെ മണ്ടയിൽ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് നാലിൽ വെച്ച് ഫോൺ ചെയ്താ എന്തിനൊക്കെ കാണിക്കണമെന്ന്. ബോട്ടം സ്ലാബ് ആകണ്ടേ, സെറ്റാവില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഇങ്ങനെ വെച്ചാൽ വിചാരിച്ചില്ല. ഉറങ്ങി. ഇത് നമുക്ക് പിന്നെ സെറ്റപ്പ് ആക്കി എടുക്കാം. റൂം പോലെയൊക്കെ കെട്ടാം. തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കും. മതിയാവണം, നോക്കട്ടെ. തൽക്കാലത്തേക്കായാലും തൽക്കാലത്തേക്ക് ഇത് തന്നെ തരാം. ഓക്കെ. ഇനി ഫസ്റ്റ് പെട്ടിയിൽ നമുക്ക് വുഡ് ഐറ്റംസ് വെക്കാം. ഇപ്പൊ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഇതില് വുഡ് ഐറ്റംസ്, ഇതില് ബിൽഡിംഗ് ഐറ്റംസ്, ബ്ലോക്ക് ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടെ ഇതിൽ വെച്ചു. ഇതില് ഫുഡ്, നമ്മളെ വേണ്ടാത്ത ഫ്ലിന്റ്, ടോർച്ച്, ആയുധങ്ങൾ, അങ്ങനെ എല്ലാം കൂടെ ഇതിൽ കൊണ്ടുവച്ച്. ഇതില് നമ്മുടെ റെയർ ഐറ്റംസ്, കോപ്പറും സ്റ്റോണും അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവച്ചു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡ് പറഞ്ഞായിരിക്കും. ടാറ്റാ ബൈ ബൈ. See you.